ബാർക്കമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുനയിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പരിശുദ്ധമായ നോമ്പിൽ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു മുഖാന്തരമാണ് പാപമോചനം. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുന്നതിലൂടെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പാപമോചനം പ്രാപിക്കാൻ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പാപക്ഷമ സ്വീകരിക്കാൻ ഞാൻ ക്ഷമിക്കണം എന്നുള്ളതാണ് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപക്ഷമ ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം ക്ഷമിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കുകയില്ല. ഇതൊരു കണ്ടീഷനാണ്. നീ ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിക്കാമെന്ന് ദൈവം പറയുക. അങ്ങനെയാണെങ്കിൽ എത്ര സമയമെടുത്ത് എത്രമാത്രം അനുതാപത്തോടെ ഹൃദയത്തിൽ വലിയ നൊമ്പരത്തോടെ നാം കുംഭസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞാലും ദൈവം നമ്മുടെ പാപം ക്ഷമിക്കണമെങ്കിൽ ആദ്യം ഞാൻ ക്ഷമിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടെല്ലാമാണ് ക്ഷമിക്കേണ്ടത് എന്ന് ദൈവവചനത്തിലൂടെ കണ്ടെത്തി ആ വ്യക്തികളുള്ള ആ മേഖലയിലെല്ലാം ക്ഷമിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ക്ഷമിക്കേണ്ട മേഖലകൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കണം. ഒന്ന്, നാം ദൈവത്തോട് ക്ഷമിക്കണം. ദൈവവുമായി വ്യക്തിപരമായി ഒരു സ്നേഹബന്ധത്തിലായിത്തീരണം. നമ്മുടെ പാപം ക്ഷമിക്കാൻ ഒന്നാമത് ദൈവത്തോട് നമ്മൾ ക്ഷമിക്കണം. രണ്ടാമത്, ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവം നിർത്തിയിരിക്കുന്ന വ്യക്തികളാണ് മാതാപിതാക്കൾ. എൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാൻ ദൈവം തിരഞ്ഞെടുത്ത, ദൈവം ആദരിച്ച, ദൈവം ബഹുമാനിച്ച, വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം സംയോജിപ്പിച്ച, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് എൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് മാതാപിതാക്കളോട് ഞാൻ ക്ഷമിക്കണം. മാതാപിതാക്കളോട് ക്ഷമിക്കുമ്പോൾ എൻ്റെ പാപം ദൈവം ക്ഷമിക്കുന്നു. മൂന്നാമത് നാം കാണുന്നത്, എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കണം. അതായത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പുണ്ടെങ്കിൽ എന്നെ ഞാൻ സ്നേഹിക്കണം, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഞാൻ എന്നെ തന്നെ ക്ഷമിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ എൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കും എന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇനി നാം കേൾക്കാൻ പോകുന്നത്, ഞാനുമായി ബന്ധപ്പെട്ട വ്യക്തികളോട് ഞാൻ ക്ഷമിക്കണം. ഞാനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരെല്ലാമാണ്? അതായത് ദൈവം എനിക്ക് തക്ക തുണയെ നൽകിയെങ്കിൽ ദൈവം എനിക്ക് നൽകിയ തുണയെ ഞാൻ സ്നേഹിക്കണം. അതായത് എൻ്റെ ജീവിത പങ്കാളിയോട് ക്ഷമിച്ച് സ്നേഹിച്ച് രമ്യതപ്പെടുമ്പോൾ എൻ്റെ പാപം ദൈവം ക്ഷമിക്കും. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 24-25 വചനത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു: എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഭാര്യമാരെ സ്നേഹിപ്പിൻ. അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പരസ്പരം സ്നേഹവും ഐക്യവും രമ്യതയും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുകയുള്ളൂ. അതായത് ഞാനുമായിട്ട് വ്യക്തിപരമായി ബന്ധമുള്ള വ്യക്തിയാണ് എൻ്റെ ജീവിത പങ്കാളിയെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ട് രമ്യതപ്പെടണം. ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാകുന്നൊരു സാഹചര്യമാണ് ജീവിത പങ്കാളിയുള്ള വെറുപ്പ്. അതിൻ്റെ കാരണം കർത്താവിന്റെ വചനത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പരിശുദ്ധനായ പൗലോസ്ലീഹ ഭാര്യ ഭർത്തൃബന്ധം സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുകയാണ്, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഇന്ന് പലപ്പോഴും ഭാര്യ ഭർത്തൃബന്ധത്തിൽ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യം ഉണ്ടാകാൻ ഒരു കാരണം ഇതാണ്: ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാത്ത ഭാര്യമാർ ദൈവവചനം ലംഘിക്കുക. അത് തന്നെ പാപമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഭാര്യ ഭർത്തൃബന്ധത്തിൽ അകൽച്ച ഉണ്ടാകുന്നു, വെറുപ്പുണ്ടാകുന്നു, വിദ്വേഷമുണ്ടാകുന്നു, വാശി ഉണ്ടാകുന്നു, വൈരാഗ്യമുണ്ടാകുന്നു. അവസാനം വിവാഹബന്ധം വേർപിരിയുവാൻ, ഡൈവോഴ്സ് എന്ന കാരണത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് പല ഡൈവോഴ്സിൻ്റെ മൂല കാരണം പരിശോധിച്ചാൽ പാപമാണ്.
ഇന്ന് ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടാത്ത ഭാര്യ ദൈവവചനം ലംഘിക്കുമ്പോൾ പാപം ചെയ്യുകയാണ്. ആ പാപം തന്നെ കുടുംബ ബന്ധം തകരാൻ കാരണമായിത്തീരും. അതുകൊണ്ട് പൗലോസ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ, അതായത് ക്രിസ്തു തലയും സഭ ശരീരത്തിൻ്റെ അവയവങ്ങളുമായി ഇരിക്കുന്ന പോലെ ഭർത്താവിന്, തലയാകുന്ന ഭർത്താവിന് ശരീരത്തിൻ്റെ അവയവമായിരിക്കുന്ന ഭാര്യ കീഴടങ്ങിയിരിക്കണം. ഇത് കർത്താവിൻ്റെ വചനമാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. അതായത് കർത്താവായ യേശു ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചോ, തൻ്റെ അവസാനത്തുള്ള രക്തവും വിലയായി കൊടുത്ത് വീണ്ടെടുത്ത് സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരത്തെ എന്ന വണ്ണം ഭാര്യമാരെ സ്നേഹിക്കണം. ഇന്ന് ഭർത്താക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം സ്വന്തം ശരീരത്തോടാണ്. അപ്പോൾ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. ഇത് ലംഘിക്കപ്പെടുമ്പോൾ പാപം ചെയ്യുന്നു. പാപമാണ് കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയുടെ മൂല കാരണം. അത് വെറുപ്പിലേക്ക്, വിദ്വേഷത്തിലേക്ക്, വാശിയിലേക്ക്, വൈരാഗ്യത്തിലേക്ക്, അവസാനം ഡൈവോഴ്സിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് ഈ ബന്ധം നമ്മൾ പരിശോധിക്കണം. ഭർത്താവ് ഭാര്യയുമായുള്ള ബന്ധം, ഭർത്താവിന് കീഴടങ്ങുന്നൊരു ഭാര്യ, ഭർത്താവ് സ്വന്തം ശരീരത്തെ എന്നവണ്ണം സ്നേഹിക്കുന്ന ഭാര്യ, ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വചനം അനുസരിക്കുന്നുവെങ്കിൽ അവിടെ വെറുപ്പ്, വിദ്വേഷം, വാശി, വൈരാഗ്യം വിട്ടുമാറും. അങ്ങനെയാണെങ്കിൽ പരിശോധിക്കണം, എൻ്റെ പാപം ദൈവം ക്ഷമിക്കണമെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ പങ്കാളിയോട് ക്ഷമിക്കണം. ഒരു ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം. ഒരു ഭർത്താവ് ഭാര്യയെ സ്വന്തം ശരീരത്തെ എന്നവണ്ണം സ്നേഹിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ രമ്യതയായി, സ്നേഹമായി, അവിടെ ദൈവവചനം, ദൈവസ്നേഹമായി അവിടെ ഹൃദയത്തിൽ നിറയുന്നു. അതുകൊണ്ട് ഒരു കുമ്പസാരത്തിന് ഒരുങ്ങുന്ന ഒരു വ്യക്തി ആദ്യം എൻ്റെ പങ്കാളിയുമായിട്ട് ഞാൻ എത്രമാത്രം രമ്യതയിലാണ്, സ്നേഹത്തിലാണ് എന്ന് സ്വയം ഒന്ന് പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തിയാൽ ആ കുറവുകൾ ദൈവവചനത്തിലൂടെ പരിഹരിച്ച് പരസ്പരം രമ്യതപ്പെട്ട് ക്ഷമിച്ച് സ്നേഹിച്ച് ഒരു സത്യകുമ്പസാരം നടത്തുമ്പോൾ അവിടെ പാപക്ഷമ ലഭിക്കുന്നു, പാപമോചനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നു. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 18-19 വാക്കിൽ പറയുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. കർത്താവിന് എന്ന വണ്ണം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണമെന്നാണ് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. അതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്, ഭാര്യമാരോട് വെറുപ്പായിരിക്കരുത്. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, ഒരിക്കലും അവരോട് വെറുപ്പുണ്ടാകരുത്. ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഉറപ്പാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയും. അവർ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന പാപങ്ങൾ ദൈവം ക്ഷമിക്കും. അതുകൊണ്ട് ഞാനുമായി ബന്ധപ്പെടുന്ന എൻ്റെ സഹജീവികളോട്, പ്രത്യേകിച്ച് എൻ്റെ ജീവിത പങ്കാളിയോട് എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷമോ വാശി വൈരാഗ്യം ഉണ്ടെങ്കിൽ പരിപൂർണമായി ക്ഷമിച്ച് സ്നേഹിച്ച് അനുസരിച്ച് ഈ ദൈവവചനം അനുസരിച്ച് കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കും. നമുക്ക് പാപമോചനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ ഈ നോമ്പിൽ നമുക്ക് ദൈവം കൃപ നൽകും. അടുത്തത് ഞാനുമായി ബന്ധപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ് എൻ്റെ സഹോദരങ്ങൾ. സഹോദരങ്ങളോട് എൻ്റെ വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണ്? കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരന് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ബലിയർപ്പിക്കാനായി ദൈവാലയത്തിൽ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സഹോദരനോട് എന്തെങ്കിലും രമ്യതപ്പെടാനുണ്ടെങ്കിൽ, നിരപ്പാകാനുണ്ടെങ്കിൽ ആദ്യം വഴിപാട് അവിടെ വെച്ചിട്ട് സഹോദരനുമായി രമ്യതപ്പെടുക, എന്നിട്ട് ബലിയർപ്പിക്കുക. അപ്പോൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ബലി എന്ന് പറയുന്നത് സഹോദരനോട് നിരപ്പായതിന് ശേഷമുള്ള ബലിയാണ്. അതായത് എൻ്റെ സഹോദരനോട് എനിക്ക് എന്തെങ്കിലും കയ്പ് വെറുപ്പ് വിദ്വേഷമുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് രമ്യതപ്പെടണം. ഞാനുമായി ബന്ധപ്പെടുന്ന എൻ്റെ സഹോദരനോട് എനിക്കെന്തെങ്കിലും കയ്പുണ്ടോ വെറുപ്പുണ്ടോ? ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ചു വളർന്ന സഹോദരങ്ങൾ തമ്മിൽ കണ്ടാൽ മിണ്ടാതെ, പരസ്പരം രമ്യതപ്പെടാതെ, ക്ഷമിക്കാതെ, സ്നേഹിക്കാതെ, വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവുമായി ഇന്ന് ആയിരിക്കുന്നുവെങ്കിൽ രമ്യതപ്പെടണം. കർത്താവിന്റെ വചനം പറയുന്നു,
നിന്റെ ബലി ദൈവസേന അംഗീകരിക്കപ്പെടുന്നത് നീ ക്ഷമിക്കുമ്പോഴാണ്. വീണ്ടും 1 യോഹന്നാൻ 4:20 കഥാവചനം പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. അതായത് ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കാതെ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കള്ളനാകുന്നു എന്ന് പറയുക. ഇന്ന് ദൈവവുമായിട്ട് പലർക്കും വ്യക്തിപരമായ ബന്ധമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവവചനം അനുസരിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിന് നേർച്ച കാഴ്ചകൾ വഴിപാടുകൾ അർപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സഹോദരനോട് കയ്പ, വെറുപ്പ, വിദ്വേഷ, വാശിയും വൈരാഗ്യമോ, കണ്ടാൽ മിണ്ടുന്നില്ല, ഒരു സ്നേഹവും ഒരു വ്യക്തിപരമായ ബന്ധവും ഇല്ല. അങ്ങനെയുള്ളവരെക്കുറിച്ച് കർത്താവ് പറയാണ്, അവർ കള്ളന്മാരാണ്. സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ നിനക്കെങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുക. അതുകൊണ്ട് ആദ്യം ഞാൻ എൻ്റെ സഹോദരനുമായി രമ്യതപ്പെടണം, എന്നിട്ട് ദൈവത്തെ സ്നേഹിക്കണം. ഈ പരിശുദ്ധമായ നോമ്പിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച എൻ്റെ സഹോദരങ്ങളുമായിട്ട്, എൻ്റെ കാണപ്പെട്ട എൻ്റെ സഹോദരനുമായിട്ട് എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷ വാശി വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരുമായി ആദ്യം രമ്യതപ്പെടുക. എന്നിട്ട് കർത്താവിന് മുമ്പാകെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ ആ പാപം ദൈവം ക്ഷമിക്കപ്പെടും. നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കടങ്ങളും പാപവും ക്ഷമിക്കുകയില്ല. ഇതൊരു കണ്ടീഷൻ. അതുകൊണ്ട് ദൈവസ്ഥനിൽ തീരുമാനമെടുക്കുക, എൻ്റെ സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടുവാൻ ഞാൻ തീരുമാനമെടുക്കുക. അടുത്തത്, ഞാനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമുള്ള വ്യക്തികളാണ് എൻ്റെ അയൽക്കാർ. അയൽക്കാരോട് എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷമോ വാശിയോ വൈരാഗ്യമോ ഉണ്ടോ പരിശോധിക്കണം. വിശുദ്ധ മത്തായി ശ്രീയുടെ രക്ഷാസുവിശേഷം 22-ാം അധ്യായം 39-ാം വാക്യത്തിൽ കഥാവചനം പറയുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അതായത് നിൻ്റെ കൂട്ടുകാരൻ, നിൻ്റെ അയൽക്കാരൻ നിന്നെ നീ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ സ്നേഹിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. വീണ്ടും ഗലാത്യലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ന്യായപ്രമാണം അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത് നിൻ്റെ കൂട്ടുകാരനോട്, നിൻ്റെ അയൽക്കാരനോട് നീ ക്ഷമിക്കുക എന്നുള്ളതാണ്, സ്നേഹിക്കുക എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷമുണ്ടോ, എൻ്റെ കൂട്ടുകാരായിട്ട് എൻ്റെ അയൽക്കാരായിട്ട് എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷ വാശി വൈരാഗ്യമുണ്ടോ? ഇന്ന് തൊട്ടടുത്ത് കിടക്കുന്ന വ്യക്തിയുമായിട്ട്, തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണ്, സ്നേഹബന്ധം എങ്ങനെയാണ്? ഒരു അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ, 1 ഇഞ്ച് ഭൂമിയുടെ പേരിൽ, ഒരു മരത്തിൻ്റെ പേരിൽ ഇന്ന് പരസ്പരം അയൽക്കാർ തമ്മിൽ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമായിട്ട് ജീവിക്കുമ്പോൾ തിരിച്ചറിയുക, നീ എത്ര കുമ്പസാരിച്ചാലും എത്ര മണിക്കൂർ സമയമെടുത്ത് പാപങ്ങൾ ഏറ്റു പറഞ്ഞാലും ദൈവം പാപം ക്ഷമിക്കുകയില്ല. പാപക്ഷമ ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ നിൻ്റെ പിതാവ് നിൻ്റെ കടങ്ങളും പാപം ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് നിൻ്റെ അയൽക്കാരുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടാകണം, അയൽക്കാരുമായിട്ടൊരു സ്നേഹബന്ധമുണ്ടാകണം. അയൽക്കാരുമായിട്ട് എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷം വാശി വൈരാഗ്യം ഉണ്ടെങ്കിൽ ആദ്യം അവരുമായിട്ട് രമ്യതപ്പെട്ടിട്ട് ഒരു സത്യകുമ്പസാരം നടത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നിൻ്റെ പാപം ക്ഷമിക്കും. ഇന്ന് പരസ്പരം വെറുപ്പാണോ വിദ്വേഷമാണോ വാശിയാണോ വൈരാഗ്യമാണോ, കണ്ടാൽ മിണ്ടാതെ വർഷങ്ങളായി മാസങ്ങളായി കണ്ടാൽ മിണ്ടാതെ പരസ്പരം വെറുപ്പും വിദ്വേഷമായിട്ട് ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അയൽക്കാരുമായിട്ട് രമ്യതപ്പെടുക, എന്നിട്ട് നീ ബലിയർപ്പിക്കുക, എന്നിട്ട് പാപം ഏറ്റു പറയുക. ആ പാപം കർത്താവ് ക്ഷമിക്കും, ആ ബലി ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടും. അതുകൊണ്ട് അയൽക്കാരുമായിട്ട് എന്തെങ്കിലും, കൂട്ടുകാരുമായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായ ബന്ധത്തിൽ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ പരസ്പരം ക്ഷമിക്കാൻ തീരുമാനമെടുക്കുക. നീ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിൻ്റെ പിതാവ് നിൻ്റെ കടങ്ങളും പാപം ക്ഷമിക്കുമെന്ന് ദൈവവചനം പറയുന്നു. അടുത്തത്, ഞാനുമായിട്ടുള്ള ബന്ധപ്പെട്ട വ്യക്തിയാണ് എൻ്റെ അധികാരികൾ. അധികാരികളായിട്ട് എന്തെങ്കിലും ക്ഷമിക്കേണ്ടതായിട്ടുണ്ടോ? അധികാരികൾ എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷം വാശി വൈരാഗ്യം ഉണ്ടോ? കർത്താവിൻ്റെ വചനം പറഞ്ഞു, റോമലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾ കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. കർത്താവിന്റെ വചനം പറയുകയാണ്,
ദൈവം അനുവദിക്കാത്ത ഒരധികാരികളും നമുക്കില്ല. അതുകൊണ്ട് അധികാരികൾക്ക് കീഴടങ്ങണം. വചനം പറയുന്നു, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ല. ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരം മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുക. അതുകൊണ്ട് അധികാരികളോട് കയ്പോ വെറുപ്പോ വിദ്വേഷമോ വാശിയോ വൈരാഗ്യം ഉണ്ടെങ്കിൽ രമ്യതപ്പെടണം. അധികാരികളെ കുറ്റപ്പെടുത്തുക, അവരെ നിന്ദിക്കുക, അവരെ പരിഹസിക്കുക, അവരെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളോ പറഞ്ഞ് പ്രചരിപ്പിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ അവരോട് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന വെറുപ്പ് വളരുകയാണ്. ഈ വെറുപ്പ് ദൈവമുള്ള വ്യക്തിപരമായ ബന്ധത്തിന് അകൽച്ച സംഭവിക്കുന്നു. അതായത് അധികാരികളോട് വെറുപ്പ് വെച്ചുകൊണ്ട് ഞാൻ കുമ്പസാരിക്കുമ്പോൾ പാപമോചനം ലഭിക്കുകയില്ല, ഞാൻ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപക്ഷമ ലഭിക്കുകയില്ല. ഈ സത്യം തിരിച്ചറിയണം. കർത്താവിന്റെ വചനം പറയുന്നു, കൊലോസ്യലേഖനം 3:22, ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രയും അനുസരിക്കേണ്ടത്. അതായത് വചനം പറയുന്നു, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെയല്ല, കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി അധികാരികളെ സ്നേഹിക്കുക, അധികാരികളെ ബഹുമാനിക്കുക, അധികാരികളെ അനുസരിക്കുക, അവരുമായി വ്യക്തിപരമായൊരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഒരു അധികാരിയെ അനുസരിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്, ദൈവത്തെയാണ് അനുസരിക്കുന്നത്. കാരണം ദൈവമാണ് ഈ അധികാരിയെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഏതെങ്കിലും അധികാരികളോട് വെറുപ്പോ വിദ്വേഷമോ വാശിയോ വൈരാഗ്യം വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് രമ്യതപ്പെട്ട് ഒരു സത്യകുംഭസാരം നടത്തുക, പാപമോചനം സ്വീകരിക്കാൻ, പാപക്ഷമ സ്വീകരിക്കാൻ അവരുമായിട്ട് രമ്യതപ്പെടുക. അധികാരികളെ സ്നേഹിക്കുമ്പോൾ, അവരോട് ക്ഷമിക്കുമ്പോൾ ദൈവത്തോടാണ് ക്ഷമിക്കുന്നത്, സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അവരുമായിട്ടുള്ള സ്നേഹബന്ധം ഉറപ്പിക്കുക. നാം പാപമോചനം പ്രാപിക്കാൻ അധികാരികളോട് ക്ഷമിക്കണം. അടുത്തത് നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ്, ക്ഷമിക്കേണ്ട മേഖലയാണ് ശത്രുക്കളോട് ക്ഷമിക്കുക. കഴിഞ്ഞകാല ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ച, എന്നെ മുറിവേൽപ്പിച്ച, എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച, എൻ്റെ ജീവിതം തകർക്കുവാൻ ശ്രമിച്ച, എന്നെക്കുറിച്ചുള്ള കാര്യമോ ഇല്ലാത്ത കാര്യമോ പറഞ്ഞ് പ്രചരിപ്പിച്ച എൻ്റെ ശത്രുക്കളെന്ന് ഞാൻ കാണുന്ന വ്യക്തികളോട് ക്ഷമിച്ച് സ്നേഹിച്ച് അവരെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കും. പാപക്ഷമ സ്വീകരിക്കാൻ ശത്രുക്കളോട് ക്ഷമിക്കണം. വിശുദ്ധ മത്തായി ശ്ലീഹ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് അതിനെങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ. അതായത് ഞാൻ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് പ്രയോജനം? പാപികളും ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. യേശു പഠിപ്പിക്കുകയാണ്, ഞാനോ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച, നമ്മുടെ ശത്രുവായി നാം കാണുന്ന വ്യക്തികളെ നാം സ്നേഹിച്ച് അവരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപം ദൈവം ക്ഷമിക്കുക. ഇന്ന് എൻ്റെ പാപം ദൈവം ക്ഷമിക്കാൻ തടസ്സം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ വെറുക്കുന്ന കുറേ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളെ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിച്ച് സ്നേഹിച്ച് അവരെ അനുഗ്രഹിക്കുമ്പോൾ എൻ്റെ പാപം ക്ഷമിക്കപ്പെടുകയാണ്. സദൃശവാക്യങ്ങൾ കഥാന വചനം പറയുന്നു, 25-21-22 വചനം പറയുന്നു, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക, അങ്ങനെ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും, യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. നിൻ്റെ ശത്രുവിനെ നീ തിന്നാൻ കൊടുക്കുമ്പോൾ, ശത്രുവിനെ കുടിക്കാൻ കൊടുക്കുമ്പോൾ, ശത്രുവിനെ നീ സ്നേഹിക്കുമ്പോൾ അവൻ്റെ തലമേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വന്ന് നിറയുക. തീക്കനൽ കുന്നു കൂട്ടുക എന്ന് പറയുന്നത്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയുടെ മേൽ വന്ന് കൂടുക. അതായത് നിൻ്റെ ശത്രുവിനെ ദൈവാത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, ആ വ്യക്തിക്ക് നിത്യരക്ഷ ലഭിക്കുവാൻ നീ ആ വ്യക്തിക്ക് നന്മ ചെയ്യണം. ശത്രുവിന് വേണ്ടി നന്മ ചെയ്യുമ്പോൾ അവൻ്റെ തലമേൽ ദൈവാത്മാവ് വന്ന് പതിക്കും.
ആ വ്യക്തി മാനസാന്തരപ്പെടും, ആ വ്യക്തി നിത്യജീവൻ അവകാശിയായി തീരും. അതുകൊണ്ട് ശത്രുക്കളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് നന്മ ചെയ്യുമ്പോൾ, അവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ അവരുടെ മാനസാന്തരം ഞാൻ മുഖാന്തരം ഉണ്ടാകുകയും ചെയ്യും. ഇത് എൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീരും. അതിനും പറയാണ്, അതിന് നിനക്ക് പ്രതിഫലം ലഭിക്കും. എന്താണ് പ്രതിഫലം? നിൻ്റെ നിരവധിയായ പാപം ദൈവം ക്ഷമിക്കും. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ ആരെങ്കിലും ശത്രുവായിട്ടുണ്ടെങ്കിൽ, എന്നെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച, എൻ്റെ നാശത്തെ ആഗ്രഹിച്ച, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളോ പറഞ്ഞ് പ്രചരിപ്പിച്ച, എൻ്റെ മനസ്സിന് വേദന നൽകിയ, എൻ്റെ ശരീരത്തിനും മനസ്സിനും വേദന നൽകിയ ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ്, വെറുപ്പ്, വിദ്വേഷം ഉണ്ടെങ്കിൽ അതിനെ പറയാണ്, നീ അവരെ സ്നേഹിച്ച്, അവരെ അനുഗ്രഹിച്ച്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കപ്പെടും. അതുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും കയ്പ്, വെറുപ്പുണ്ടെങ്കിൽ പരിപൂർണമായിട്ട് ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ ക്ഷമിക്കേണ്ട വ്യക്തികളാണ് നമ്മൾ ഇന്ന് വാങ്ങിപ്പോയവരോട് നാം ക്ഷമ ചോദിക്കണം, അവരുമായി രമ്യതപ്പെടണം. എന്തുകൊണ്ടാണ് മരിച്ചവരോട് ക്ഷമിക്കണമെന്ന് പറയാൻ കാരണം? ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിയോട് അവരെ വേദനിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്തു, അവരോട് ജീവിച്ചിരിക്കുമ്പോൾ രമ്യതപ്പെടാൻ സാധിച്ചില്ല, ക്ഷമ ചോദിക്കാൻ സാധിച്ചില്ല, രമ്യതപ്പെടാൻ സാധിച്ചില്ല. ആ വ്യക്തി മരണം വഴി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയോട് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമ ചോദിക്കണം. കാരണം മരിച്ചുപോയ വ്യക്തിയോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാൻ കാരണം മനുഷ്യന് മരണമില്ല. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-26, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. അതായത് മനുഷ്യന് മരണം എന്നൊന്നില്ല. മരണം എന്നും നാം പറയുന്നതൊരു വേർപാടാണ്. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നൊരു ശിശു 9 മാസം 9 ദിവസം 9 മണിക്കൂർ കഴിയുമ്പോൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്ന പോലെ തന്നെ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവം നൽകിയിരിക്കുന്ന ആയുസ്സതിൻ്റെ പൂർണ്ണതയിൽ തികച്ചുകൊണ്ട് ആത്മലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന സമയമാണ് മരണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചു, മുറിവേൽപ്പിച്ചു, അവർ മരണം വഴി ലോകത്ത് മാറ്റപ്പെട്ടു, അവർ രമ്യതപ്പെടാൻ സാധിച്ചില്ല. അവരോട് നമുക്ക് എങ്ങനെ രമ്യതപ്പെടാൻ സാധിക്കും? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ അതുപോലെ തന്നെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി അവരുടെ ആത്മാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ മാപ്പ് ചോദിക്കുക, അവരെ ഓർത്ത് അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇത് മുഖാന്തരമായിട്ട് നാം അവരുമായിട്ട് രമ്യതപ്പെടുകയാണ്. കാരണം അവരുടെ ആത്മാവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. എൻ്റെ വാങ്ങിപ്പോയ, മരിച്ചുപോയ എൻ്റെ പൂർവികർ ഇന്നും ആത്മാവിൽ ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കെതിരായിട്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് രമ്യതപ്പെടാൻ അവരോട് മാപ്പ് ചോദിക്കുക, ക്ഷമ ചോദിക്കുക. വിശുദ്ധ കുമ്പസാരത്തിൽ അവർക്കെതിരെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ വാങ്ങിപ്പോയ, മരിച്ചുപോയവരോട് രമ്യതപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന സകലരോടും മരിച്ചുപോയ സകലരോടും രമ്യതപ്പെടുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ, ഞാൻ ക്ഷമിക്കുമ്പോൾ, ക്ഷമ ചോദിക്കുമ്പോൾ, രമ്യതപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. അതിനെ പറയുന്നു, നീ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ നിൻ്റെ പിതാവ് നിൻ്റെ കടങ്ങളും പാപം ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധമായ നോമ്പിൽ ഒരു സത്യകുംഭസാരത്തിലൂടെ പാപമോചനം പ്രാപിക്കാൻ, പാപക്ഷമ ലഭിക്കാൻ, എനിക്കാരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ വാശി വൈരാഗ്യം ഉണ്ടെങ്കിൽ, ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരോട് രമ്യതപ്പെടുവാൻ, ക്ഷമിക്കുവാൻ തീരുമാനമെടുക്കാം. ജീവിച്ചിരിക്കുന്ന സകലോടും വാങ്ങിപ്പോയ സകലോടും രമ്യതപ്പെടുന്നതിലൂടെ പാപക്ഷമ സ്വീകരിക്കാൻ തീരുമാനമെടുക്കാം. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ബർക്കമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ഈ പരിശുദ്ധമായ നോമ്പിൽ പാപമോചനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങൾക്ക് വെറുപ്പുള്ള സകല വ്യക്തികളോടും യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, രമ്യതപ്പെടുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പുള്ള വ്യക്തികൾ ഞങ്ങൾക്ക് നീ വെളിപ്പെടുത്തണം. ജീവിച്ചിരിക്കുന്ന സകല വ്യക്തികളോടും, ഞങ്ങൾ വാങ്ങിപ്പോയ സകല വ്യക്തികളോടും രമ്യതപ്പെടുവാൻ, അതിലൂടെ ഞങ്ങൾക്ക് പാപക്ഷമ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. ക്ഷമിക്കുന്ന സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയണം. ഞങ്ങളുടെ ഹൃദയത്തിൽ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച, ഞങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പുള്ള, വിദ്വേഷമുള്ള സകല വ്യക്തികളോടും ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം
പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ വ്യക്തിയോടും വ്യക്തിപരമായി ക്ഷമിച്ച് സ്നേഹിച്ച് അവരെ അനുഗ്രഹിച്ച് രമ്യതപ്പെടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നതിലൂടെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് നിത്യരക്ഷയ്ക്ക് തടസ്സമായി, നിത്യജീവൻ പ്രാപിക്കുവാൻ തടസ്സമായി ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വാശിയുടെ, വൈരാഗ്യത്തിൻ്റെ, എല്ലാത്തിനുമിടെ അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ച് അനുഗ്രഹിക്കുന്നതിലൂടെ പാപക്ഷമ സ്വീകരിക്കുവാൻ, അത് മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, പരിശുദ്ധാത്മാവ് മുഖാന്തരം ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വത്തോടെ മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.